ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. ഒരു 6-7 വെളുത്തുള്ളി അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 4 കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി റെഡ് ചില്ലിയാണ്, അതൊരു 4 എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 പട്ടയും 5 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. പട്ട 3-4 ആയിട്ടും കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഒന്ന് ചേർത്ത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 1/4 കപ്പ് ഉണ്ട്, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് അരപ്പ് മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കറി ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഇനി ഫൈനലായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണിത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകിച്ച് വേറെ മസാല ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്